ആം ആദ്മി പാർട്ടിയുടെ സന്നദ്ധ പ്രവർത്തകരെ, സംസ്ഥാന ആം ആദ്മി പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം പാലാ നിയോജക മണ്ഡലം ആം ആദ്മി പാർട്ടി കമ്മിറ്റി നടത്തുന്ന നവരാഷ്ട്രീയ സന്ദേശ യാത്ര ഇന്ന് പ്രവിധാനത്ത് നിന്ന് ആം ആദ്മി പാർട്ടിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോയി തോമസ് ആനത്തോട്ടം സാർ ഫ്ലാഗ് ഓഫ് ചെയ്യുകയും ഫ്ലാഗ് ആം ആദ്മി പാർട്ടിയുടെ ഈ യാത്രയുടെ ക്യാപ്റ്റനായ പാലാ മണ്ഡലം ട്രഷറർ ശ്രീ രാജു താനിക്കലിന് കൈമാറി നടത്തി വന്ന യാത്രയുടെ കർത്തവ്യങ്ങളിലുള്ള പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നവീന സന്ദേശ യാത്ര നടത്തുവാനുള്ള കാരണം? നമുക്കറിയാം, ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വെറും 10 വർഷം കൊണ്ട് ഇന്ത്യയിലെ 3ാമത്തെ ദേശീയ പാർട്ടിയായി മാറുകയും ഡൽഹിയിലും പഞ്ചാബിലും നല്ല രീതിയിൽ ഭരണം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ജനങ്ങൾക്ക് എല്ലാം ഇതിനെക്കുറിച്ച് അറിയാം. കാരണം ഈ അടുത്ത ദിവസവും നിങ്ങൾ കണ്ടു, കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഡൽഹി ബഡ്ജറ്റില് 18 വയസ്സ് പൂർത്തിയായ എല്ലാ സ്ത്രീകൾക്കും 1000 രൂപ സൗജന്യമായിട്ട് ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ ഇവിടെ 1000 രൂപ 7 മാസത്തെ കുടിശ്ശികയാണ് ഇവിടെ കൊടുക്കാൻ നമ്മുടെ സർക്കാരിന് സാധിക്കുന്നില്ല. എന്തിനാണ് ഇതിന് ഒരു സർക്കാർ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം നമുക്കറിയാം, ഒരു സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഭക്ഷണം, ആശുപത്രി, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കൊടുക്കുക, അതുപോലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ കൊടുക്കുക എന്നുള്ളതാണ് ഒരു സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. ഈ ഏത് ജോലിയാണ് നമ്മുടെ കേരള സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടു, സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വെറ്റിനറി കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കൂടെ പഠിക്കുന്ന സഹപാഠികള് ക്രൂരമായി മർദ്ദിച്ച്, SFIയുടെ കാപാലികര് ക്രൂരമായി മർദ്ദിച്ച് കൊന്ന് വെട്ടിത്തോക്കി അവസാനം ഇങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ ഇന്നലെ നമ്മളൊരു വാർത്ത കണ്ടു, അനിരുദ്ധ് എന്ന് പറഞ്ഞ SFI പ്രവർത്തകന്റെ അദ്ദേഹത്തിനെ PFI പ്രവർത്തകര് വധിച്ചതാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന വിചാരണ അടുത്ത് വന്നിരിക്കുമ്പോൾ കോടതികളിൽ ആ രേഖകളൊന്നുമില്ല. എവിടെ പോയെന്ന് ആർക്കും അറിയത്തില്ല. നമുക്ക് ഏക വിശ്വാസം ഉണ്ടായിരുന്ന കോടതിയിലെ അവസ്ഥ ഇതാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിന്നെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ഒരു നവീന സന്ദേശയാത്ര, നവീന രാഷ്ട്രീയം അവതരിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ആം ആദ്മി പാർട്ടിയെ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു